ലാലേട്ടനാണോ മമ്മൂക്കയാണോ ആദ്യം സൂപ്പർ സ്റ്റാർ ആയത്? അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് പറയും മമ്മൂക്കയാണെന്ന് പറയും, ലാലേട്ടൻ ഫാൻസ് പറയും ലാലേട്ടനാണെന്ന് പറയും, ചിലർ പറയും മമ്മൂക്കയും ലാലേട്ടനും ഒരേ കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ ആയവരാണെന്ന് പറയും. പക്ഷെ അങ്ങനെയാണോ? നമുക്കൊന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. എന്തായാലും അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ലാലേട്ടനും മമ്മൂക്കയും ഒരേ സമയത്ത് 1980 ആ കാലഘട്ടത്തിൽ തന്നെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നവരാണ്. മമ്മൂക്ക സത്യത്തിൽ ഒരു നായക തുല്യം അല്ലെങ്കിൽ നായകനും നായക തുല്യനായ ഒരു വേഷത്തിലൂടെ തന്നെയാണ് മമ്മൂക്ക തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം ചെയ്ത മിക്ക റോളുകൾ ആ ഒരു സമയങ്ങളിലെല്ലാം നായകനോ അല്ലെങ്കിൽ നായക തുല്യമായ വേഷങ്ങളൊക്കെ തന്നെയാണ്. മോഹൻലാൽ ആകട്ടെ അദ്ദേഹം വില്ലൻ വേഷത്തിലൂടെ, നിങ്ങൾക്കെല്ലാം അറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമയിലൂടെയാണ് മോഹൻലാൽ സിനിമ തുടങ്ങിയത്. മമ്മൂക്ക മേള എന്ന സിനിമയിലൂടെയാണ്. അത് ഒരു നായക തുല്യം അല്ലെങ്കിൽ സഹനടൻ അല്ലെങ്കിൽ നായക തുല്യ വേഷം തന്നെയാണ്. അപ്പം ലാലേട്ടൻ വില്ലനായിട്ടും മമ്മൂക്ക നായകനായിട്ടും അവർ ആ കാലഘട്ടത്തിൽ തന്നെ ആ 80 അത് കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പം മമ്മൂക്ക അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയ ഒരു നായക നടൻ തന്നെയായിരുന്നു. പക്ഷെ അവർ സൂപ്പർ സ്റ്റാർ എന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാലും മോഹൻലാലിനെക്കാട്ടിലും നായക തുല്യൻ അല്ല നായക വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടൻ എന്ന രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടൻ തന്നെയായിരുന്നു. മോഹൻലാലായിട്ട് വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല വില്ലൻ വേഷങ്ങൾ കിട്ടുകയും അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ അദ്ദേഹത്തിന് നല്ലൊരു മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ മോഹൻലാൽ സഹനടനായി, പിന്നെ നായിക വേഷങ്ങൾ ചെയ്യുന്നു. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ 84, 85, 84 ആ സമയങ്ങളിലൊക്കെ ലാലേട്ടൻ സഹനടനായിട്ടും അതുപോലെ തന്നെ നായിക വേഷത്തിലുമൊക്കെ അത്യാവശ്യം നല്ല സിനിമകളൊക്കെ വരികയും വിജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മമ്മൂക്കയും നായകനായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നു. ആ ഒരു സമയം അങ്ങനെ കഴിഞ്ഞ് 85 പറയുന്നത്, 85ലാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സിനിമ ലാലേട്ടൻ മമ്മൂക്ക അഭിനയിച്ചതെന്ന് തോന്നുന്നു. 30-ൽ കൂടുതൽ. അതായത് മമ്മൂക്കയാണ് 34, 35 സിനിമകൾ ഏതാണ്ട് അഭിനയിച്ച്, ലാലേട്ടനാണെങ്കിൽ 30 സിനിമകൾ അങ്ങനെ എങ്ങാണ്ടാന്നു ആ ഒരു കണക്കാണ് പറയുന്നത്. അതിൽ മമ്മൂക്ക ആ 85 കാലഘട്ടത്തിലൊക്കെ മമ്മൂക്കയ്ക്ക് വൻ ഹിറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്തും ലാലേട്ടനും മമ്മൂക്കയും ലാലേട്ടി കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടൻ മോഹൻലാൽ, അല്ലെങ്കിൽ മമ്മൂക്ക ഒരു സൂപ്പർ സ്റ്റാർ എന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം വെച്ചാൽ രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. അത് കഴിഞ്ഞ് മമ്മൂക്ക എന്തോ കാരണത്താൽ ചെയ്യാതിരുന്നപ്പം ആ സിനിമ ലാലേട്ടനിൽ എത്തുകയായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഒരു ചോയ്സ് എന്നപോലെ ലാലേട്ടനിലോട്ട് എത്തുകയായിരുന്നു. അപ്പം ലാലേട്ടനും മമ്മൂക്ക ആ സമയത്ത് സെയിം ഒരേ മാർക്കറ്റ് വാല്യൂ ഉള്ള നായക വേഷം ചെയ്യുന്ന ഒരേ മാർക്കറ്റ് വാല്യൂ ഉള്ള നായകന്മാർ തന്നെയാണ്. പക്ഷേ അവർ സൂപ്പർ സ്റ്റാർ എന്നൊരു ലെവലിലോട്ട് എത്തപ്പെട്ടില്ല. പക്ഷേ 86-ൽ രാജാവിൻ്റെ മകൻ വരുന്നു. 86 രാജാവിൻ്റെ മകൻ വന്നു. അതിലൂടെ ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തുകയാണ്. ഒരു മാസ് സൂപ്പർ സ്റ്റാർ എന്നൊരു പദവിയിലേക്ക് എത്തുകയാണ്. ആ സമയത്തും മമ്മൂക്ക വൻ ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉള്ള നടനാന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ ഈ സമയത്ത് അതിരാത്രി എന്ന സിനിമയൊക്കെ വരും. അത് മാസ് ഹീറോ പരിവേഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ലേബൽ എത്തിയിട്ടില്ല. ലാലേട്ടൻ 86-ൽ രാജാവിൻ്റെ മകനിലൂടെ എത്തുന്നു. 86-ൽ മമ്മൂക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത നടൻ മമ്മൂക്കയാണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു സമയത്ത് സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടാകുന്ന രീതിയിൽ കൂടെ, അതായത് അദ്ദേഹത്തിന് കുറേ സിനിമകൾ ഫെയിൽഡ് ആകുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ സാമ്പത്തിക പരാജയമാകുന്നു. അദ്ദേഹത്തിന് ഹിറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ സിനിമകൾ ആ സമയങ്ങളിൽ കുറേ എണ്ണം തുടരെ പൊട്ടി അങ്ങനെ അദ്ദേഹം സിനിമയ്ക്ക് വെളിയിലാവുന്ന ഒരു സന്ദർഭമൊക്കെയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെളിയിൽ പോകുന്ന ഒരു സാഹചര്യം വരെ ആ സമയത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ്റെ തുടരെ ഹിറ്റുകളിലൂടെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് തന്നെ ലാലേട്ടൻ എത്തപ്പെടുകയും പിന്നെ ആ സൂപ്പർ സ്റ്റാർ ഇപ്പം ഈ ഒരു നിമിഷം വരെ അദ്ദേഹം പിന്നെ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. പക്ഷേ മമ്മൂക്ക സിനിമയ്ക്ക് ഔട്ടാവുന്ന ഒരു ഇതിലേക്ക് വരികയും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു റീ എൻട്രി പോലെ അല്ലെങ്കിൽ ഒരു മാസ് സൂപ്പർ സ്റ്റാർ പരിവേഷം അദ്ദേഹത്തിന് കിട്ടുന്നത് 87-ൽ ന്യൂഡൽഹി എന്ന സിനിമയിലൂടെയാണ്. അദ്ദേഹം വീണ്ടും സിനിമ അത് ന്യൂഡൽഹി എന്ന് പറയുന്നത് വൻ ഹിറ്റാവുകയും മമ്മൂക്ക എന്ന നടൻ മലയാള സിനിമയിലേക്ക് വീണ്ടും റീ എൻട്രി പോലെ വന്ന ഒരു സിനിമയാണ്. അതിലൂടെ അദ്ദേഹത്തിന് ഒരു സൂപ്പർ ഹീറോ ഇമേജ് തന്നെ വരികയും ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് തന്നെ വരികയും ചെയ്യുകയാണ്. പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ആദ്യം ഒരു സൂപ്പർ സ്റ്റാർ ആയ ആരാന്ന് ചോദിക്കാൻ നമുക്ക് പറയേണ്ട ഒരു ലാലേട്ടനാണ് ആയതെന്ന് പറയും. ഒരു സൂപ്പർ സ്റ്റാർഡം വന്നു ചേരുന്നത് രാജാവിൻ്റെ മകനിലൂടെ 86-ലാണ്. മമ്മൂക്കയ്ക്ക് സത്യത്തിൽ 87-ൽ ന്യൂഡൽഹിയിലൂടെയാണ് ആ സൂപ്പർ സ്റ്റാർഡം വന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അങ്ങനല്ല, രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ, ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ആ ഒരു സ്റ്റാർഡത്തിൽ തന്നെയുള്ള ആൾക്കാരാണ് രണ്ടുപേരും ഇപ്പോൾ ഇതുവരെയും. പക്ഷേ ഇപ്പോഴും മലയാളത്തിലെ മറ്റു നടന്മാരോടൊക്കെ സൂപ്പർ സ്റ്റാർ ഇപ്പോഴത്തെ മലയാളത്തിൽ ഒന്നാമനാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാര എന്ന് ചോദിച്ചാൽ ആരും പറയത്തില്ല. ഇപ്പോൾ ലാലേട്ടനാണോ മമ്മൂക്കയാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും അങ്ങ് ഒരുപോലെ എന്ന് പറയും. സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ ഒന്നാമനാരാന്ന് ചോദിച്ചാൽ
എന്ത് പറയും, ലാലേട്ടൻ ഒന്നാമനോ മമ്മൂക്ക ഒന്നാമനെന്ന് പറയും അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ നല്ല കുറേ നാൾ, സത്യം പറയുന്നത് 86-കൾക്ക് ശേഷം മോഹൻലാലിന് മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർഡത്തിനൊരു മങ്ങൽ വരുന്ന രീതിയിൽ കൂടെ ഒന്നും തന്നെ, അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട സിനിമകൾക്ക് പോലും മറ്റുള്ള നടന്മാരുടെ സിനിമ കളക്ട് ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾ എന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്ന സിനിമയുടെ അത്രയും തന്നെ കളക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ഞാനിപ്പം പറയുന്നത് വെച്ചാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനും മമ്മൂക്കയാണ്. അതിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ലാലേട്ടൻ എന്ന് പറയത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്നാണ്? എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ എൻ്റെ വീഡിയോ, ഞാൻ സിനിമാ സംബന്ധമായിട്ട് കാര്യങ്ങളാണ് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.